ആധുനികതയുടെ കടന്നുകയറ്റത്തിൽ വായനയും വായനശാലകളും പഴയകാല ഓർമ്മകളായി മാറുമ്പോൾ ഒരു നാടിനെ സാംസ്കാരികതയിലേക്ക് കൈപിടിച്ചുയർത്തിയ ഒരു വായനശാലയെ ഒരു ഗ്രാമം ഇന്നും ചേർത്ത് പിടിച്ചിരിക്കുകയാണ്. പലവിധ പ്രതിസന്ധികളിൽ പലപ്പോഴും പ്രവർത്തനം നിലയ്ക്കുന്ന സാഹചര്യം എത്തിയപ്പോഴെല്ലാം ഉടുമ്പൻചോല പഞ്ചായത്തിലെ പള്ളിക്കുന്ന് വായനശാലയെ നാട്ടുകാർ ചേർത്ത് പിടിച്ചു. വരുന്ന തലമുറയെ വായനയിലേക്ക് നയിക്കാൻ നിലവിൽ വായനശാലയുടെ ജൂബിലി ആഘോഷങ്ങൾ സംഘടിപ്പിക്കാനുള്ള ഒരുക്കത്തിലാണ്. വായന വാസനയിലേക്കുള്ള വള്ളമാണെന്ന് പറഞ്ഞ വള്ളത്തോളിനെയും വള്ളത്തോളിന്റെ വാക്കുകളെയും പുതിയ തലമുറ മറന്നു. വാട്സാപ്പും ഫേസ്ബുക്കും അടക്കമുള്ള നവമാധ്യമങ്ങളുടെ കടന്നുകയറ്റത്തിൽ പുസ്തകങ്ങൾ കഴിഞ്ഞ കാലഘട്ടത്തിന്റെ ഓർമ്മകൾ മാത്രമായി. എന്നാൽ എത്ര കാലം കഴിഞ്ഞാലും പുസ്തകങ്ങളും വായനയും വായനശാലയെയും മറക്കുവാൻ കഴിയില്ല ഉടുമ്പൻചോല പഞ്ചായത്തിലെ പള്ളിക്കുന്നിലെ ജനങ്ങൾക്ക്. 1973 ഇവിടെ വായനശാലയും ഇതിനോടനുബന്ധിച്ച ജൂബിലാൻഡ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബും പ്രവർത്തനം ആരംഭിച്ചത്. ഇതിനുശേഷം പുസ്തകങ്ങൾക്ക് കേടുപാടുകൾ വന്നതോടെ പ്രവർത്തനം അല്പം മന്ദീഭവിച്ചു. എന്നാൽ അത് കണ്ടു നിൽക്കാൻ ഈ നാടിനായില്ല. 2000 ഗ്രാമപഞ്ചായത്തിന്റെ ഫണ്ട് ഉപയോഗിച്ച 1000-ഓളം പുസ്തകങ്ങളുമായി വീണ്ടും പ്രവർത്തനം ഊർജിതമാക്കി. ക്ലബിന്റെ നേതൃത്വത്തിൽ കലാകായിക മത്സരങ്ങളും സംഘടിപ്പിച്ച നാടിനെ ഉണർത്തി ആവേശത്തിൽ നിലനിർത്തി. പിന്നീട് നവമാധ്യമങ്ങളുടെ കടന്നുവരവോടെ വായനശാലയുടെ പ്രവർത്തനം വീണ്ടും മന്ദീഭവിച്ചു. എന്നാൽ വായനശാലയെ മറക്കാൻ നാടിന് കഴിഞ്ഞില്ല. കഴിഞ്ഞ ജനുവരിയിൽ വാർഡ് മെമ്പർ സാന്റോച്ചൻ കൊച്ചുപുരയ്ക്കൽ, ഷാജി VM, സുനിൽകുമാർ പുന്നേക്കുന്നേൽ, മാത്യു എന്നിവരടങ്ങുന്ന പുതിയ ഭാരവാഹികളെ തെരഞ്ഞെടുത്ത പ്രവർത്തനം ഊർജിതമാക്കിയിരിക്കുകയാണ്. പ്രദേശത്തെ മുഴുവൻ ആളുകളെയും ചേർത്ത് പിടിച്ചുകൊണ്ട് കക്ഷി രാഷ്ട്രീയ ജാതിമത ചിന്തകൾക്ക് അതീതമായി നിന്നുകൊണ്ട് എല്ലാവരുടെയും കൂട്ടായ പരിശ്രമത്തോടുകൂടി കഴിഞ്ഞ 2 ആഴ്ചക്കാലമായ തീവ്രമായ പരിശ്രമത്തിലൂടെ ഇതിൻ്റെ ഓടുകളെല്ലാം പൊട്ടിപ്പൊളിഞ്ഞതെല്ലാം മാറ്റി പുതുതായി ഷീറ്റിട്ട് വളരെ മനോഹരമായി ഇതിൻ്റെ പുനഃക്രമീകരണ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. അതിനകത്ത് മറ്റ് യാതൊരുവിധ ചിന്താഗതിയുമില്ലാതെ എല്ലാ വിഭാഗം ആളുകളുടെയും സജീവമായ സാന്നിധ്യമുണ്ട്. അവരുടെ നല്ല പ്രയത്നം കൊണ്ട് മാത്രമാണ് ഇതിന് പുനർനിർമ്മാണ പ്രക്രിയകൾ നടന്നുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം കൂടിയ കമ്മിറ്റിയിൽ വെച്ച് ഇതിൻ്റെ 50-ാം വർഷത്തെ ജൂബിലി ആഘോഷിക്കാൻ വളരെ ഭംഗിയായി നിർവഹിക്കുന്നതിനുള്ള കാര്യങ്ങളെപ്പറ്റി ചർച്ചയുണ്ടാകുകയും പുതിയ ഭരണസമിതിയുടെ നേതൃത്വത്തിൽ കെട്ടിട നവീകരണമടക്കം നടത്തി വായനശാലയുടെ നവീകരണവും നടത്തിവരികയാണ്. ഒരു നാടിന് അറിവിന്റെ വെളിച്ചമായി നിന്ന ഗ്രന്ഥശാലയുടെ ജൂബിലി ആഘോഷങ്ങൾ നാടിന്റെ ഉത്സവമാക്കി മാറ്റുവാനുള്ള പരിശ്രമത്തിലാണ് പുതിയ ഭരണസമിതി. മാർച്ച് 1 ജൂബിലി ആഘോഷങ്ങൾ സംഘടിപ്പിക്കുക. സിറ്റി വിഷൻ, ഉടുമ്പൻചോല.